ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് ടീ കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ടീ കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ: മൈദ 100 ഗ്രാം, 75 ഗ്രാം പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ റവ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, ഒരു മുട്ട. ഇത്രയും ഐറ്റമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. നമ്മളിതിൽ പഞ്ചസാര നമ്മളിത് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് പൗഡർ രൂപത്തിലാക്കി മാറ്റണം. അതിലേക്ക് നമ്മൾ മുട്ടയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം മിക്സിയിൽ പഞ്ചസാര അടിച്ചെടുക്കാം. മിക്സിയിൽ നമ്മൾ പഞ്ചസാര അടിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ മുട്ട ഒഴിക്കുകയാണ്. ശേഷം നമ്മൾ മൈദ ബൗളിലേക്ക് ഇടുന്നു. അതുപോലെ അരിപ്പൊടി, റവ, ബേക്കിംഗ് സോഡ എന്നിവയെല്ലാം നമ്മൾ ബൗളിലേക്കിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതിൽ പഞ്ചസാര ലായനി മുട്ട ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് കുഴച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം ചേർക്കുകയുള്ളൂ. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വളരെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിൽ നമ്മൾ ഏലക്കായ നമ്മൾ ആദ്യത്തെ ഐറ്റത്തിൽ പറഞ്ഞിട്ടില്ല. അത് ഇതിലേക്ക് ഒരു 2 ഏലക്കായ നമ്മളിതിൽ ചേർക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. നല്ലപോലെ നമ്മൾ ഈ കാണുന്നത് പോലെ നല്ലപോലെ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതേപോലെ നമ്മൾ ഉരുട്ടി വയ്ക്കുക. ഇനി നമ്മൾ എണ്ണ ചൂടാക്കി അതിലിട്ട് നല്ലപോലെ വറുത്ത് കോരുകയാണ്. നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കാരണം എണ്ണ ചൂടായി കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിത് സ്റ്റൗ സിമ്മിലേക്ക് മാറ്റി നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അധികം ചൂടായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പം നമ്മളെ ടീ കേക്ക് റെഡിയായി. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഒരു 4 മണി പലഹാരമായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം.